കിനാവിൻ്റെ തീരത്ത് ഭാഗം 80-81. പുറകിലേക്ക് നോക്കി സുധി ചോദിച്ചപ്പോൾ വളരെ ബുദ്ധിമുട്ടിയ ഒരു പുഞ്ചിരി അവൾ നൽകിയിരുന്നു. ഹൃദയം അപ്പോഴും വേലിയേറ്റത്തിലാണെന്ന് അവൾക്ക് തോന്നിയിരുന്നു. ഇത്രയും വലിയൊരു പ്രതിസന്ധി ഘട്ടത്തെ നേരിടേണ്ടി വരുമെന്ന് വിചാരിച്ചിരുന്നതല്ല. എങ്ങനെയുമൊക്കെയും സുധിയോട് തുറന്നു പറയാനുള്ള ധൈര്യം തനിക്ക് ലഭിക്കണമെന്ന് മാത്രമാണ് ആ നിമിഷം അവൾ പ്രാർത്ഥിച്ചിരുന്നത്. ചിന്തകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് സുധിയുടെ വീടിന് മുൻപിൽ വണ്ടി നിന്നു. അപ്പോഴാണ് അവൾക്ക് ആശ്വാസം തോന്നിയത്. എങ്ങനെയെങ്കിലും ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ മതിയെന്നായിരുന്നു അവൾക്ക്. വളരെയധികം ആശ്വാസത്തോടെ അവൾ പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. എന്നാൽ ഉമ്മറത്ത് നിന്നിരുന്ന സതിയുടെ മുഖം കണ്ടതോടെ ഉള്ള സമാധാനം കൂടി അവൾക്ക് പോയിരുന്നു. അത്രത്തോളം ദേഷ്യത്തോടെയാണ് അവർ അവളെ നോക്കുന്നത് എന്ന് അവൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. സുധി ഇറങ്ങിയതും സതി ദേഷ്യത്തോടെ അകത്തേക്ക് നടന്നിരുന്നു. അവൾ വേദനയോടെ സുധിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഒന്നുമില്ല എന്ന് അവൻ കണ്ണടച്ച് കാണിച്ചു. അപ്പോൾ തന്നെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും അർജുനു ഇറങ്ങി വന്നിരുന്നു. പുറകിൽ നിന്നും ബാഗുകളൊക്കെ എടുക്കാൻ അവൻ സഹായിക്കുന്നുണ്ടായിരുന്നു. ബാഗുകളൊക്കെ ഉമ്മറത്തേക്ക് എടുത്തു വെച്ചത് അവൻ കൂടിയായിരുന്നു. അപ്പോൾ ശരി സുധിയേട്ടാ, ഇടയ്ക്ക് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങാം. നീ കയറാതെ പോവാണോ? തിരക്കുണ്ട് സുധിയേട്ടാ, അതുകൊണ്ടാ. ഞാൻ ഉടനെ തന്നെ വരാം. ഇനിയിപ്പോൾ വരാതെ പറ്റില്ലല്ലോ. മീരയുടെ മുഖത്തേക്ക് നോക്കി അർജുനത് പറഞ്ഞപ്പോൾ എന്തൊക്കെയോ അർത്ഥം അതിനുള്ളതുപോലെ അവൾക്ക് തോന്നിയിരുന്നു. അവനെ മൈൻഡ് പോലും ചെയ്യാതെ അവൾ ഉമ്മറത്തേക്ക് കയറിയിരുന്നു. അർജുൻ പോയതും സുധിയും അവൾക്കൊപ്പം അകത്തേക്ക് കയറി. രണ്ടുപേരും അകത്തേക്ക് കയറി വന്നപ്പോൾ തന്നെ അകത്ത് സതിയുടെ മുഖമാണ് കാണുന്നത്. എന്തിനാടാ ഇപ്പം ഇങ്ങോട്ട് വന്നത്? നിനക്ക് നിന്റെ ഭാര്യ വീട്ടിൽ തന്നെ നിന്നാ പോരായിരുന്നോ? എനിക്കിവിടെ സ്വന്തമായിട്ടൊരു വീടുണ്ടല്ലോ അമ്മ. അപ്പോൾ ഭാര്യ വീട്ടിൽ നിൽക്കുന്നത് എന്തിനാ? അപ്പോൾ ഞാൻ നിന്റെ അമ്മയാണെന്നും അത് നിന്റെ ഭാര്യ വീടാണെന്നും നിനക്ക് ഉറപ്പുണ്ട്. എന്നിട്ടാണ് നീ ഗൾഫിൽ നിന്ന് നേരെ അങ്ങോട്ട് വന്നത്. തലയണ മന്ത്രത്തിൻ്റെ ഒരു ശക്തിയെ കൊണ്ടുവന്നതെല്ലാം കുടഞ്ഞിട്ട് ഭാര്യയ്ക്കും ഭാര്യയുടെ വീട്ടുകാർക്കും കൊടുത്തിട്ടായിരിക്കും ഈ വരവ്. ഒട്ടും താല്പര്യമില്ലാതെ സതി പറഞ്ഞപ്പോൾ മീര ഒന്നും മനസ്സിലാവാത്ത അവസ്ഥയിലായിരുന്നു. സുധിയുടെ മുഖത്ത് ആ നിമിഷം വല്ലാത്തൊരു ദേഷ്യം നിറയുന്നത് അവൾ കണ്ടിരുന്നു. അവൻ എന്തെങ്കിലും അവരോട് പറയുമോ എന്ന് അവൾക്ക് ഭയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ അവൻ്റെ കയ്യിലേക്ക് കയറി പിടിച്ചു. ഒന്നും പറയരുത് എന്ന രീതിയിൽ കണ്ണുകൾ അടച്ചു കാണിച്ചു. അമ്മ ഇത്രയ്ക്ക് തരംതാണ രീതിയിൽ സംസാരിക്കരുത്. എന്തൊക്കെയാണ് പറയുന്നത്? അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തുകൊണ്ട് വരാനാണ്? പെട്ടെന്ന് ഓടിപ്പിടിച്ച് വന്ന ഞാൻ എന്തുകൊണ്ട് കുടഞ്ഞിട്ടു എന്നാണ് അമ്മ പറയുന്നത്? എന്താണെങ്കിലും ഇവിടെ വന്ന് പെട്ടി പൊട്ടിക്കുന്നതിന് മുമ്പേ അവിടെ തന്നെ വരണമെന്ന് നിനക്ക് പ്രത്യേക നിർദ്ദേശം ഉള്ളതുകൊണ്ടാണ് നീ അവിടെ തന്നെ പോയത് എന്ന് എനിക്ക് മനസ്സിലായി. കല്യാണം കഴിഞ്ഞ് കൊല്ലമൊന്നും കഴിഞ്ഞില്ല. അതിനു മുൻപ് എൻ്റെ മോനെ പതുക്കെ പതുക്കെ ഇവിടുന്ന് വലിച്ചുകൊണ്ട് പോകാനും മാത്രമുള്ള മിടുക്കായി വന്ന് കയറി വന്നവർക്കൊക്കെ. സതി പറഞ്ഞപ്പോൾ ഒന്നും മിണ്ടാതെ മുഖം കുനിച്ചു നിൽക്കുകയായിരുന്നു മീര. അമ്മയ്ക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ വെളുപ്പിനെ തന്നെ എയർപോർട്ടിൽ വന്നതാണ്. അവിടെ നിന്ന് ഇയാളുടെ വീട്ടിലേക്ക് പോകാൻ എളുപ്പമായിരുന്നു. ഇവിടേക്ക് വരാമെന്ന് കരുതി പോയത്. പിന്നെ മീരയെ കൂട്ടി വേണ്ടേ ഇങ്ങോട്ട് വരാൻ? അയ്യോ വേണം. സാധാരണ ആൾക്കാരെ പോലെ അല്ലല്ലോ നിന്റെ ഭാര്യ. അവൾ തമ്പുരാട്ടിയല്ലേ. ഇവിടെ ഇവൾക്ക് സൗകര്യം പോരാത്തത് കൊണ്ടല്ലേ നീ രാത്രിക്ക് രാത്രി നിന്റെ അമ്മായിയമ്മയെ വിളിച്ച് അതിരാവിലെ തന്നെ ഇവിടെ വന്ന് നിന്റെ ഭാര്യയെ കൂട്ടിക്കൊണ്ട് പോകണമെന്ന് പറഞ്ഞത്. അമ്മയെക്കാളും നിനക്ക് വിശ്വാസം അമ്മായിയമ്മയല്ലേ. അപ്പം പിന്നെ കൂടുതലൊന്നും പറയാനില്ല എനിക്ക്. പുച്ഛത്തോടെ സതി പറഞ്ഞപ്പോൾ അവർ ഒരംഗത്തിനുള്ള പുറപ്പാടിലാണെന്ന് സുധിക്ക് തോന്നിയിരുന്നു. അമ്മ എല്ലാ കാര്യങ്ങൾക്കും ഇങ്ങനെ മോശം അർത്ഥം മാത്രമാണ് കാണുന്നത്. എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു കാര്യം എനിക്ക് മനസ്സിലായി. അമ്മയ്ക്ക് മീരയോട് എന്തോ വൈരാഗ്യമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ അമ്മ ഇടപെടുന്നത്. ഞാനൊന്നും ഉദ്ദേശിച്ചില്ല മീരയെ കൂട്ടിക്കൊണ്ടു പോകാൻ അവളുടെ അമ്മയോട് പറഞ്ഞത്. ഇപ്പോൾ സുഗന്ധിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഓടി ചെല്ലുന്നത് ആരാ? അമ്മയല്ലേ. അമ്മയെ കാണുമ്പോഴായിരിക്കും അവൾക്ക് ആശ്വാസം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ മീര ഇവിടെ വയ്യാതിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ സ്വന്തം അമ്മയെ കാണുമ്പോഴും സ്വന്തം അമ്മയുടെ പരിചരണം കിട്ടുമ്പോഴും മീരയ്ക്കൊരു ആശ്വാസം തോന്നുമല്ലോ. അതുകൊണ്ട് 2-3 ദിവസം അവിടെ പോയി നിൽക്കാൻ പറഞ്ഞത്. പിന്നെ മീരയുടെ പഠനത്തിന് അവിടെ നിൽക്കുന്നത് തന്നെയാണ് നല്ലതെന്നും തോന്നി. ഞാനിവിടെ ഇല്ലല്ലോ. എല്ലാം നീ തന്നെ തീരുമാനിച്ചു. നിന്റെ ഇഷ്ടത്തിനല്ലേ നടത്തുന്നത്. പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം? എന്താണെങ്കിലും എൻ്റെ മോൻ കൈവിട്ട് പോയി എന്ന് എനിക്ക് മനസ്സിലായി. കൂടുതലൊന്നും ഇനി എനിക്ക് പറയാനില്ല. അത്രയും പറഞ്ഞ് സതി പോയപ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കുന്ന മീരയുടെ കൈകളിൽ മുറുക്കി സുധി പിടിച്ചു. തനിക്കറിയാലോ അമ്മയുടെ സ്വഭാവം എങ്ങനെയാണെന്ന്. അതോർത്ത് വിഷമിക്കേണ്ട. കുറച്ച് ദിവസം കഴിയുമ്പോൾ മാറിക്കോളും. ഞാനിവിടെ ഉണ്ടല്ലോ. താനകത്തേക്ക് ചെല്ല്. സുധിയേട്ടൻ എവിടെ പോവാം? എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ഞാനെങ്ങും പോകുന്നില്ല, ഇവിടെ തന്നെ ഉണ്ട്. വിനോദ് എന്നെ വിളിച്ചിരുന്നു. അവൻ വന്നു എന്ന് നോക്കിയിട്ട് വരാം. അത്രയും പറഞ്ഞ് മീരയെ അകത്തോട്ട് പറഞ്ഞു വിട്ടതിന് ശേഷം സുധി പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. മതിലിൻ്റെ അപ്പുറം നിന്ന് വിനോദ് വന്നോ എന്ന് സുധി വിളിച്ചു ചോദിച്ചു. കുറച്ചുകൂടെ കഴിഞ്ഞ് വരൂ എന്ന് വിനോദിൻ്റെ ഭാര്യ മറുപടി പറയുന്നതും തിരികെ അകത്തേക്ക് വരാൻ തുടങ്ങിയ സുധി കാണുന്നത് ഉമ്മറത്ത് നിൽക്കുന്ന സതിയാണ്. നിനക്ക് എന്താടാ? അവനെ കണ്ടില്ലെങ്കിൽ ഉറക്കം വരില്ലേ? ദേഷ്യത്തോടെ സതി
സുധിയോടായി ചോദിച്ചു. അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? വന്ന് അമ്മയ്ക്ക് ആരെയും കണ്ടുകൂടാ എന്നുള്ള അവസ്ഥ വന്നല്ലോ. നിന്റെ ഭാര്യ വന്നു എന്ന് പറഞ്ഞാൽ മതി, അവന് ഓടി വരും. എത്ര തിരക്കും മാറ്റി വെച്ചിട്ട് വരും. അവളെ കല്യാണം കഴിച്ചത് നീയാണെങ്കിലും കാര്യങ്ങളൊക്കെ നടത്തുന്നത് അവനാണെന്നാ നാട്ടിലുള്ളവരൊക്കെ പറയുന്നത്. അമ്മേ! അതൊരു ഗർജനമായിരുന്നു. ഞാൻ മിണ്ടാതെ ഇരിക്കുന്നു എന്ന് കരുതി എന്തും പറയാനുള്ള ഒരു ലൈസൻസാണ് അത് എന്ന് അമ്മ വിചാരിക്കരുത്. ക്ഷമിക്കുന്നതിനൊരു പരിധിയുണ്ട്. അതുവരെ സതി കണ്ടിട്ടില്ലാത്ത അത്രയും ദേഷ്യത്തോടെയാണ് സുധി അവരെ വിളിച്ചത്. അവൻ്റെ മുഖത്തെ ദേഷ്യം കണ്ടതും സതി ഒരു വേള ഭയന്നു പോയിരുന്നു. അവൻ്റെ ഭാവമാറ്റം കണ്ട് പെട്ടെന്ന് ഭയന്നു പോയ സതി അവനോട് ഇങ്ങനെ സംസാരിക്കുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കി. എടാ മോനെ, വെറുതെ നാട്ടുകാരെ കൊണ്ടിങ്ങനെ ഓരോന്ന് പറയിപ്പിക്കണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്, അവർ സ്വയം മയപ്പെടുത്തി പറഞ്ഞു. ആര് പറഞ്ഞു എന്നാണ് അമ്മ പറയുന്നത്? എടാ മോനെ, ഇവിടങ്ങളിലുള്ള മിക്കവാറും ആളുകൾ പറയുന്നത് ഇങ്ങനെയാ. ഒന്നാമത് നീ ഗൾഫിലാ. അപ്പോൾ പിന്നെ എന്തെങ്കിലും ഇങ്ങനെ ഒരു സംസാരം വന്നാൽ അത് മോശമായിട്ട് ബാധിക്കുന്നത് നിന്നെയും കൂടിയാ. നീയും വിനോദും പണ്ട് മുതലേ സുഹൃത്തുക്കളാ, നിങ്ങൾ തമ്മിൽ നല്ല സ്നേഹത്തിലും എന്നും പറഞ്ഞ് നാട്ടുകാരെ ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യം കിട്ടിയാൽ വിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എൻ്റെ കൂട്ടുകാരനെയും എൻ്റെ ഭാര്യയെയും എനിക്ക് നന്നായിട്ടറിയാം. നാട്ടുകാരുടെ സർട്ടിഫിക്കറ്റൊന്നും എനിക്ക് വേണ്ട. മറ്റുള്ളവർ എന്തെങ്കിലും പറഞ്ഞെങ്കിലും എന്നോട് അമ്മയ്ക്കത് പറയാൻ എങ്ങനെ ധൈര്യം വന്നു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അമ്മയ്ക്ക് മീരയോടുള്ള ഇഷ്ടക്കുറവ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ അതിന് അമ്മ സ്വയം ഇങ്ങനെ ചെറുതാവരുത്. ഒരുപാട് തരം താണ ലെവലില്ല ഇപ്പം അമ്മ സംസാരിക്കുന്നത്. ഇനി ഒരിക്കലും അമ്മ എന്നോട് ഇങ്ങനെ സംസാരിക്കരുത്. അമ്മയോട് ഇങ്ങനെ പറയേണ്ടി വന്നതിൽ എനിക്ക് വിഷമമുണ്ട്. അമ്മ എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ്. എൻ്റെ ഭാര്യയെക്കുറിച്ച് എന്ത് അനാവശ്യം അമ്മ പറഞ്ഞാലും ഞാനത് കേട്ടുകൊണ്ടിരിക്കുമെന്ന് അമ്മ കരുതരുത്. നമ്മുടെ കുടുംബത്തിൻ്റെ സമാധാനത്തിന് വേണ്ടിയാണ് ഞാൻ കുറേ കാര്യങ്ങൾ ക്ഷമിക്കുന്നത്, കുറേ കാര്യങ്ങളിൽ മറുപടി പറയാതിരിക്കുന്നത്. പക്ഷെ അതെൻ്റെ ബലഹീനതയാണെന്ന് ഒരിക്കലും അമ്മ തെറ്റിദ്ധരിക്കരുത്. ഇക്കണ്ട കാലം അത്രയും ഗൾഫിൽ പോയിട്ടും ഞാൻ എനിക്ക് വേണ്ടി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പോഴും എൻ്റെ കയ്യിൽ സമ്പാദ്യമായിട്ട് ഒന്നുമില്ല. ഒക്കെ ഞാൻ നമുക്ക് വേണ്ടിയെന്നേ കരുതിയിട്ടുള്ളൂ, നമ്മുടെ കുടുംബത്തിന് വേണ്ടിയെന്ന്. പക്ഷെ പലപ്പോഴും എനിക്ക് തോന്നുന്നുണ്ട് എനിക്ക് വേണ്ടി കൂടി ഞാൻ ജീവിക്കണമായിരുന്നു എന്ന്. എന്നെ വിശ്വസിച്ച് ഒരു പെൺകുട്ടി ഈ വീടിൻ്റെ പടി കയറി വന്നപ്പോൾ എൻ്റെ അഭാവത്തിൽ ഒരിക്കലെങ്കിലും അവൾ വേദനിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കുറ്റക്കാരൻ ഞാനാണ്. അമ്മയെയും ഈ വീട്ടിലുള്ള ആളുകളെയും വിശ്വസിച്ചാണ് ഞാൻ പൂർണ്ണ മനസ്സോടെ അന്യനാട്ടിൽ പോയി കിടക്കുന്നത്. അപ്പോൾ തിരികെ വരുന്ന എന്നെ നിങ്ങളൊന്നും പറഞ്ഞ് ആശ്വസിപ്പിച്ചില്ലെങ്കിലും ഇങ്ങനെ വേദനിപ്പിക്കരുത്. അമ്മ ആഗ്രഹിച്ചതുപോലുള്ള സ്ത്രീധനമോ സ്വർണമോ ഒന്നും തരാൻ സാധിക്കാത്ത ഒരു കുടുംബമാണ് മീരയുടേത്. പക്ഷെ ആത്മാഭിമാനം എന്ന് പറഞ്ഞത് ഏതൊരു മനുഷ്യനും ഉള്ളതാണ്. മീരയ്ക്കും അതുണ്ട്. അതുകൊണ്ട് അവളെക്കുറിച്ച് എന്തും പറയാം എന്നുള്ള അമ്മയുടെ ചിന്ത അത് ശരിയല്ല. പിന്നെ അമ്മ എന്തു പറഞ്ഞാലും വിശ്വസിക്കുന്ന ഒരു പൊട്ടനാണ് ഞാനെന്നും അമ്മ കരുതണ്ട. ഞാൻ പറഞ്ഞല്ലോ, കുടുംബത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ക്ഷമിച്ചു തരുന്നതാണ്. ഇനി ഒരിക്കലും ഇപ്പോൾ സംസാരിച്ചതുപോലെ അമ്മ എന്നോട് സംസാരിക്കരുത്. ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന സമയത്തും മീര ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇവിടെ അനുഭവിച്ചിരുന്നു. അതൊക്കെ അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത വിവാഹം കൊണ്ട് സംഭവിച്ചതാണെന്ന് മാത്രമാണ് ഞാൻ കരുതിയിട്ടുള്ളത്. കുറച്ച് നാൾ കഴിയുമ്പോൾ മാറുമെന്ന് പ്രതീക്ഷിച്ചതാണ്. പക്ഷെ ഞാൻ ഈ വീട്ടിൽ നിന്നും തിരിച്ചു പോയ സമയം മുതൽ മീര ഇവിടെ അനുഭവിച്ചത് കുറച്ചധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് എനിക്കറിയാം. എന്നിട്ട് ഞാൻ അമ്മയോട് ഈ നിമിഷം വരെ മുഖം കറുപ്പിച്ചൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. അതിന് കാരണം എൻ്റെ അമ്മയാണ് അപ്പുറത്ത് നിൽക്കുന്നത് എന്നതുകൊണ്ടാണ്. അമ്മയും ഭാര്യയും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട്. അമ്മയെ ഞാൻ എത്ര സ്നേഹിക്കുന്നുവോ അത്രയും തന്നെ ഞാൻ മീരയെയും സ്നേഹിക്കുന്നുണ്ട്. അമ്മയെപ്പറ്റി ആരെങ്കിലും മോശമായി എന്നോട് സംസാരിച്ചാൽ ഞാൻ എങ്ങനെ പ്രതികരിക്കുമോ അതുപോലെ ആയിരിക്കും മീരയെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞാലും ഞാൻ പ്രതികരിക്കുന്നത്. അമ്മയുടെ നാവിൽ നിന്ന് ഒരിക്കലും ഞാൻ ഇത്തരം ഒരു രീതി പ്രതീക്ഷിച്ചിരുന്നില്ല. അതും വിനോദിനെ കൂട്ടി തന്നെ അമ്മ ഇങ്ങനെ പറയുമെന്ന് കരുതിയിരുന്നില്ല. മകൻ മരിച്ചാലും മരുമകളുടെ ദുഃഖം കാണുന്നതാണ് ലഹരിയെന്ന് കരുതുന്ന ചില അമ്മമാരുണ്ട്. അവരുടെ കൂട്ടത്തിലല്ല എൻ്റെ അമ്മയെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. എൻ്റെ ആ വിശ്വാസം തെറ്റായിരുന്നുവെന്ന് അമ്മ എന്നെ തോന്നിപ്പിക്കരുത്. അത്രമാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. അത്രയും പറഞ്ഞ ദേഷ്യത്തോടെ അവൻ വിനോദിൻ്റെ വീട്ടിലേക്ക് പോകുന്നത് കണ്ടപ്പോൾ തൻ്റെ വെട്ടിത്തുറന്നുള്ള പറച്ചിൽ ആവശ്യമില്ലായിരുന്നു എന്ന് സതിക്ക് തോന്നിയിരുന്നു. അവൻ്റെ മനസ്സിൽ ഒരു മുഷിച്ചിലിനുള്ള സാഹചര്യം താനായി തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്തത്. അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. തഞ്ചത്തിൽ അവനോട് പറയുകയും മീരയെയും അവനെയും തമ്മിൽ അകറ്റുകയുമായിരുന്നു വേണ്ടിയിരുന്നത്. ഇനി താൻ പറയുന്നതൊന്നും തന്നെ അവൻ വിശ്വസിക്കില്ല എന്ന് സതിക്ക് മനസ്സിലായി. അവർക്ക് ഒരുപോലെ നിരാശയും മീരയോട് ദേഷ്യവും തോന്നിയിരുന്നു. അവൻ വീടിന് മുറ്റത്തേക്ക് കടന്നപ്പോൾ തന്നെ വിനോദ് വന്നിരുന്നു. കാറിൽ നിന്നിറങ്ങിയതും ഏറെ സന്തോഷത്തോടെ വിനോദ് അവനെ ചേർത്ത് പിടിച്ചു. നിറഞ്ഞു വന്ന കണ്ണുകൾ വിനോദ് കാണാതെ സുധി തുടച്ചു. ഞാൻ നിന്നെ കാണാൻ വേണ്ടി ഓടി വരികയായിരുന്നു, വിനോദ് കിതപ്പോടെ പറഞ്ഞു. നീ എന്തിനാ ഇത്രയും ധൃതിപ്പെട്ട് വന്നത്? ഞാനേതായാലും ഇന്ന് തന്നെ തിരിച്ചു പോകത്തൊന്നുമില്ലല്ലോ. എങ്കിലും എത്ര നാൾ കൂടിയാണ് കാണുന്നത്. മീര വിളിച്ചു അല്ലേ?
മീര വീട്ടിലുണ്ട്. എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് സുധി. എന്താടാ? പറയാനുള്ളത് അത്ര സുഖകരമായ കാര്യങ്ങളൊന്നുമല്ല. എങ്കിലും നീ അതറിയണം. ഒരുപക്ഷെ മീര ഒരിക്കലും നിന്നോട് ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു എന്ന് വരില്ല. കുടുംബത്തിലുള്ളവരുടെ സ്വഭാവം നീ മനസ്സിലാക്കണം. നിന്നെ ഫോൺ വിളിച്ച് പറഞ്ഞ് ടെൻഷൻ അടിക്കണ്ട എന്ന് കരുതിയാ ഞാൻ പറയാതിരുന്നത്. നീ മനുഷ്യനെ ടെൻഷൻ അടിപ്പിക്കാത്ത കാര്യം എന്താണെന്ന് പറ. ഞാൻ പറയാമെന്ന് പറഞ്ഞില്ലേ? നീ വന്ന ക്ഷീണം പോലും മാറിയിട്ടില്ല. നീ വീട്ടിൽ ചെന്ന് ഒരു കൂളിയൊക്കെ കഴിഞ്ഞ് സമാധാനത്തോടെ തിരിച്ചു വാ. എന്നിട്ട് നമുക്ക് സംസാരിക്കാം. എങ്കിൽ പിന്നെ നിനക്ക് ഞാൻ വീട്ടിൽ പോയി കൂളിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ പോരായിരുന്നോ? ഇതിപ്പോൾ ഒരു സസ്പെൻസ് ഇട്ടിട്ട് ഞാൻ എങ്ങനെയായി സമാധാനത്തോടെ ഇരിക്കുന്നത്? നീ എന്താണെന്ന് കാര്യം പറ വിനോദേ. എടാ, കാര്യം പറഞ്ഞാൽ നിനക്ക് നല്ല വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷെ നിന്നോടത് പറയാതിരിക്കാനും എനിക്ക് പറ്റുന്നില്ല. അത്രത്തോളം എനിക്ക് പറ്റാത്തത് കൊണ്ടാണ് നിന്നോട് ഞാൻ വന്ന ഉടനെ തന്നെ ഇത് പറഞ്ഞത്. നീ നാട്ടിലെത്തുന്ന നിമിഷം തന്നെ ഇക്കാര്യം നിന്നോട് പറയണമെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചതാണ്. നീ മനുഷ്യനെ ടെൻഷൻ അടുപ്പിക്കാതെ കാര്യം പറഞ്ഞ് തൊലയ്ക്കടാ. എടാ, നീ ഒന്നെങ്കിൽ നിന്റെ വീട്ടിൽ നിന്ന് മാറി താമസിക്കണം, അല്ലെങ്കിൽ നിന്റെ ഭാഗം ചോദിച്ച് ചെറിയൊരു വീട് തട്ടിക്കൂടണം. പറ്റുവാണെങ്കിൽ നീ നാട്ടിൽ തന്നെ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചാൽ മതി. ഇനി തിരിച്ചു പോകണ്ട. നീ എന്തൊക്കെയാ പറയുന്നേ? ഇതൊക്കെ എളുപ്പമുള്ള കാര്യമാണോ? നീ വിചാരിക്കുന്നത് പോലെ ഒരു വീടൊക്കെ വെക്കാനുള്ള സാമ്പത്തിക ശേഷി ഒന്നും ഇപ്പം എനിക്കില്ല. ഭാഗം വാങ്ങിയാൽ തന്നെ എനിക്കതിലൊരു വീട് തട്ടിക്കൂട്ടാനും മാത്രമുള്ള സമ്പാദ്യമൊന്നും കയ്യിലില്ല. പിന്നെ നാട്ടിൽ നിൽക്കാൻ പറഞ്ഞാൽ അതും ഇപ്പോൾ നടക്കുന്ന കാര്യമല്ല. എല്ലാം ഇട്ടെറിഞ്ഞ് പെട്ടെന്ന് വരാൻ പറ്റുന്ന ഒന്നും കാര്യമല്ലടാ. എങ്കിൽ പിന്നെ നീ മീരയുടെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണം. എന്താ നീ പറയുന്നത്? നീ തെളിച്ചു പറയാതെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആ പെങ്കൊച്ചിനെ നീ ഇവിടെ തന്നെ നിർത്തിയിട്ട് പോകരുതെന്ന് ഞാൻ പറയാൻ വന്നത്. നിന്റെ കുടുംബത്തിനകത്ത് തന്നെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവന്മാരുണ്ട്. ഞാനൊരു അന്യനാ. എനിക്ക് നിന്റെ കുടുംബത്തിനകത്ത് അഭിപ്രായം പറയുന്നതിന് ഒരുപാട് പരിധികളുണ്ട്. ഞാൻ നേരിട്ട് കേട്ടതുകൊണ്ടാണ് പറയുന്നത്. നീ തൽക്കാലം മീരയെ ഇവിടെ നിർത്തിയിട്ട് പോകണ്ട. നീ തെളിച്ചു പറ വിനോദേ, എനിക്ക് മനസ്സിലാകുന്നില്ല. എടാ, എനിക്ക് നിന്റെ മുഖത്ത് നോക്കി പറയാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ പറയാതെ വയ്യ. നിന്റെ അളിയൻ നീ ഇല്ലാത്ത ബുദ്ധിമുട്ട് അറിയിക്കാതിരിക്കാൻ ആരും അറിയാതെ മീരയെ അന്തിക്കൂട്ടിന് വിളിക്കുന്ന സ്ഥിതി വരെ എത്തിയിട്ടുണ്ട് കാര്യങ്ങൾ. വിനോദിൻ്റെ ആ വെളിപ്പെടുത്തലിൽ തലയിലൊരു ബോംബ് വെച്ച് പൊട്ടിച്ചതുപോലെയാണ് സുധിക്ക് തോന്നിയത്. തുടരും. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.